ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഓരോ ദിവസവും ദൈവകൃപയിൽ ശക്തിപ്പെട്ട് മുന്നേറേണ്ടത് എന്തിനാണ്? സംഘടിതമായ സാത്താന്യ സാമ്രാജ്യത്തിൽ നിന്നുള്ള ആക്രമണം ഒരു വിശ്വാസിയുടെ നേരെ ഉണ്ടാകുമ്പോൾ അവൻ കടന്നു പോകുന്ന ദുർദിവസങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ചിന്തിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, ഈ ദുർദിവസങ്ങളിൽ എതിർത്ത് നിൽക്കണം, ഉറച്ചു നിൽക്കണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? ആ വാക്യങ്ങളുടെ പശ്ചാത്തലം പൈശാചിക ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. അപ്പോൾ ദൈവകൃപയിൽ ശക്തിപ്പെട്ടിട്ട് വേണം എതിർത്ത് നിൽക്കാൻ. എങ്ങനെയാണ് ശക്തിപ്പെടേണ്ടുന്നത്? അതാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമല്ല, അതിനോട് ചേർന്ന് കിടക്കുന്ന ഏകദേശം ഒരു പര്യായ പദം പോലെയൊക്കെ നമുക്ക് തോന്നുന്ന മറ്റൊരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. അത് തിമത്തിയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. എൻ്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. അപ്പോൾ കർത്താവിൽ ശക്തിപ്പെടുക, കർത്താവിലും അവിടുത്തെ അമിത ബലത്തിൽ ശക്തിപ്പെടുക, കൃപയിൽ ശക്തിപ്പെടുക. ഇത് രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ്, പര്യായ പദം പോലെ തോന്നും. കൃപയിൽ ശക്തിപ്പെടുക, കർത്താവിൽ ശക്തിപ്പെടുക. അപ്പം ഈ ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ എതിർത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ, വിജയിക്കാൻ പറ്റത്തുള്ളൂ. ആരാണ് ശക്തിപ്പെടേണ്ടുന്നത്? അതിലേക്ക് നമുക്ക് വരാം. നമ്മുടെയൊക്കെ സാധാരണ ഒരു ധാരണ, കുറേ വർഷം പ്രാർത്ഥനാ ജീവിതവും ആത്മീയ ജീവിതവുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഇനി പുതുതായിട്ട് വരുന്ന ആളുകളാണ് കൃപ പ്രാപിക്കേണ്ടുന്നത്, അവർക്കാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്നൊക്കെ ഒരു ചിന്ത നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു വലിയ പരാജയ കാരണമാണ്. കാരണം എൻ്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ നീ ശക്തിപ്പെടുക എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ആരോടാണെന്നറിയാമോ? ഒരു സാധാരണക്കാരനായ മനുഷ്യനോടല്ല. അതായത് നീണ്ട വർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്ത് എഫെസോസ് സഭയുടെ ഒരധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ശുശ്രൂഷകൻ, ബിഷപ്പ് ഓഫ് ചർച്ച് അറ്റ് എഫെസോസ്, അല്ലെങ്കിൽ പാസ്റ്റർ ചർച്ച് അറ്റ് എഫെസോസ്, എഫെസോസ് സഭയുടെ പാസ്റ്ററായ, എഫെസോസ് സഭയുടെ ബിഷപ്പായ ഒരാൾ, സാധാരണക്കാരനൊന്നുമല്ല. തൻ്റെ ചെറിയ പ്രായത്തിൽ, തിമത്തിയോസ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ചെറിയ പ്രായത്തിൽ തനിക്ക് എത്താൻ പറ്റാത്ത ഒരിടത്തേക്ക് താൻ എത്തപ്പെട്ടു. അങ്ങനെയാണ് തിമത്തിയോസിനെ കുറിച്ച് പറയുന്നത്. കാരണം അപ്പോസ്തലനായ പൗലോസിൻ്റെ തിമത്തിയോസിനുള്ള 2 ലേഖനങ്ങളും പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് എന്നാണ് അറിയപ്പെടുന്നത്, ഇടയ ലേഖനം. ആ പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് നമ്മൾ പഠിക്കുമ്പോൾ ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കാതിരിക്കാൻ നോക്കണമെന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ ആ സ്ഥാനത്തെത്തിയ തിമത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, കൃപയിൽ ശക്തിപ്പെടുക. ആ ഭാഗം എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. കാരണം നമ്മൾ പ്രസംഗിക്കുന്ന നമ്മൾ പോലും പലപ്പോഴും മറ്റുള്ളവരോട് പറയുന്നത് നിങ്ങൾ ശക്തിപ്പെടണം, നിങ്ങൾ ബലപ്പെടണം, നമുക്കിതിൻ്റെ ആവശ്യമില്ല. പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരോട് പറയും നിങ്ങൾ ശക്തിപ്പെടണം. അല്ലെ, ആരൊക്കെയോ ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ഉള്ളത്തിലേക്ക് കയറ്റി. ഇത് നമ്മുടെ പരാജയ കാരണങ്ങളിൽ ഒന്നാണ്. അതായത് എത്ര വർഷം നമ്മൾ വിശ്വാസത്തിൽ കഴിഞ്ഞാലും പരമ്പരാഗതമായി ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ദിവസവും ദൈവകൃപയിൽ ശക്തിപ്പെട്ടേ മതിയാകും. എങ്ങനെ ശക്തിപ്പെടും? കൃപയിൽ ശക്തിപ്പെടുക. നീ ശക്തിപ്പെടണം, നമ്മൾ ഓരോരുത്തരും ശക്തിപ്പെടണം. ഞാൻ ഇത്രയും സമയമെടുത്ത് ഞാനിത് പറയുന്നത് ആരുടെയെങ്കിലുമൊക്കെ ഉള്ളിൽ ഒന്ന് കയറിക്കോട്ടെ എന്ന് കരുതിയാണ്. എന്തുകൊണ്ടാണ് ഈ കുറേ വർഷം കഴിയുമ്പോൾ പലരും ആത്മീക സന്തോഷം നഷ്ടപ്പെട്ട് ജീവനില്ലാത്ത ഒരവസ്ഥയിൽ, അവർ ആത്മീകമായി മരവിച്ചൊരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുറേ വർഷങ്ങൾ വിശ്വാസത്തിൻ്റെ നാളുകൾ കഴിയുമ്പോൾ ആരാധനയിലൊരു ചൈതന്യമില്ല, ആത്മീയ ജീവിതത്തിലൊരു സന്തോഷമില്ല, എല്ലാത്തിലും ഒരു വരൾച്ച. ഈ ഒരു വരൾച്ചയുടെ കാരണം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ശക്തിപ്പെടാത്തിടത്തോളം കാലം നമുക്ക് വിജയിക്കാൻ കഴിയില്ല. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ നെഞ്ചത്ത് കൈവച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ ചിന്തിച്ച്, കർത്താവേ,
അറിവിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒന്നും പഴക്കത്തിലല്ല. അങ്ങനെ പരമ്പരാഗതമായി നിലനിന്നു പോയുന്ന പല ഇടങ്ങളിലും ശക്തി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറാനുള്ള കാരണം അവരാരും ശക്തിപ്പെടുന്നില്ല. എങ്ങനെ ശക്തിപ്പെടുന്നത്? അതിലേക്ക് നമുക്ക് പോകാം. ശക്തിപ്പെടാനായിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ തിമത്തിയോസിൻ്റെ രണ്ടാമത്തെ ലേഖനം തിമത്തിയോസിന് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം തൻ്റെ ശുശ്രൂഷ കാലഘട്ടമെല്ലാം കഴിഞ്ഞ് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ അരികിലേക്ക് പോകുവാൻ മരണം പ്രതീക്ഷിച്ച്, അതുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്നൊക്കെ തൻ്റെ ജീവിതാവസാനമായെന്ന് തനിക്ക് തന്നെ മനസ്സിലായി. താൻ ഇങ്ങനെ അതിനുവേണ്ടി ഒരുങ്ങി ഇങ്ങനെ ആ ഒരു സമയത്തായിരിക്കുമ്പോഴും തിമത്തിയോസിനോട് പറയുന്നത് കൃപയിൽ ശക്തിപ്പെടണമെന്നാണ്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ അജണ്ടകൾ തന്നെ ഭരമേൽപ്പിക്കുകയല്ല. അല്ലേ, നീ എഫെസോസ് സഭയുടെ ശുശ്രൂഷക സ്ഥാനത്തായി നിന്റെ കസേര ഉറപ്പിച്ചോണം, മറ്റാരും അത് തട്ടിയെടുക്കരുത് പിന്നെ എന്ന് പറഞ്ഞ് തൻ്റെ കുറേ അജണ്ടകൾ, തൻ്റെ കുറേ വ്യക്തിപരമായ താല്പര്യങ്ങൾ തിമത്തിയോസിൻ്റെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല. ഇന്ന് നമ്മൾ എന്താ കാണുന്നത്? കസേരയുള്ളവരൊക്കെ ആ കസേരകൾ ഉറപ്പിക്കാൻ ശ്രമിക്കുക. കാഴ്ചപ്പാട് മങ്ങിപ്പോയി. എങ്ങനെ അത് നിലനിർത്തണം, അല്ലെങ്കിൽ എങ്ങനെ ആ കസേര നിലനിർത്തണമെന്ന് കരുതി കസേര ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ആ വാക്യത്തിൽ പറയുന്നത്. 1, കൃപയിൽ ശക്തിപ്പെടുക. 2, നീ മനസ്സിലാക്കിയ സത്യ ഉപദേശങ്ങൾ ഉപദേശിക്കുവാൻ പ്രാപ്തരായവരെ ഏൽപ്പിക്കുക. അതായത് ഒരു കൂട്ടത്തെ നീ വളർത്തിയെടുക്കണം. 3, നല്ല ഭടനായി കഷ്ടം സഹിക്കുക. അല്ലാതെ ഇത്രയും വർഷം നീ ഇങ്ങനെ ജീവിച്ചു, നിൻ്റെ അമ്മയും നിൻ്റെ വലിയമ്മയും ഒക്കെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അങ്ങനെയാണല്ലോ ഈ 1-ാമത്തെ അധ്യായം. അതുകൊണ്ട് നിന്നെ ദൈവം അവിടെ എത്തിച്ചു. അതുകൊണ്ട് നീ ഈ കസേര മറ്റാർക്കും വിട്ടുകൊടുക്കാതെ അവിടെ തന്നെ ഇരുന്നോണം. ഒത്തിരി പ്രതികൂലങ്ങളുണ്ടാകും. വിട്ടുപോയവരുടെയൊക്കെ കാര്യങ്ങൾ ഒത്തിരി എഴുതിയിട്ടുണ്ട്. അവന്മാരെയൊക്കെ സൂക്ഷിച്ചോണം. അവന്മാരൊക്കെ കസേര തട്ടിയെടുക്കാൻ നേരെയും ഒളിഞ്ഞും പതിഞ്ഞുമൊക്കെ ആക്രമണങ്ങൾ നടത്തും എന്നുള്ളതൊന്നും അല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഞാനൊക്കെ എൻ്റെ ബാല്യകാലങ്ങളിൽ ദൈവവചനം പഠിച്ച സമയങ്ങളിൽ ഒക്കെ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ പ്രസംഗിക്കാനായി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനൊന്നും പലപ്പോഴും പല സ്ഥലങ്ങളിലും ആരും അവസരം പോലും തരത്തില്ല. ദൈവകൃപ ഞങ്ങളുടെ ഇവിടെ ഈ ഒരു ആത്മീക കൂട്ടായ്മയിൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക് പോലും അവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ശുശ്രൂഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് 10ഓ 15ഓ മിനിറ്റുകൾ കൊടുക്കും, അല്ലെ 10 മിനിറ്റ് കൊടുക്കും. അതുകൊണ്ട് ഒട്ടുമിക്ക ആളുകളും ദൈവവചനം പ്രസംഗിക്കാൻ കഴിവുള്ളവരാണ്. കാരണം നമ്മളൊരവസരം കൊടുക്കുമ്പോഴാണ് അവർ വായിക്കുന്നത്, അവർ പഠിക്കുന്നത്, അവർ വളരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കൃപയിൽ ശക്തിപ്പെടുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. അതായത് നിന്നിലുള്ള നിർവ്യാജ വിശ്വാസം നിൻ്റെ വലിയമ്മ ലോബീസിലും നിൻ്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. അത് നിന്നിലുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പോൾ അമ്മയിലും വലിയമ്മയിലുമൊക്കെ ഉള്ള ദൈവകൃപ മോനിലേക്ക് വന്നെങ്കിലും അത് നല്ലതാണ്, ആ കൃപ നിന്നിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുകയല്ല, നീ അതിനെ ജ്വലിപ്പിക്കണം. പ്രിയരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളിൽ ദൈവം പകർന്ന കൃപയെ മണ്ണിട്ട് മൂടുകയല്ല. അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി, മറ്റുള്ളവരുടെ ആത്മീക വർധനവിനായി നമ്മൾ ജ്വലിപ്പിക്കുന്നില്ലെങ്കിൽ ഇത് മങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, ഇത് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണ് ആ കൃപയിൽ ശക്തിപ്പെടേണ്ടുന്നത്? കൃപയിൽ സ്വയം ശക്തിപ്പെടുക എന്നുള്ളതാണ് നമുക്ക് പറ്റിയിരിക്കുന്ന. അതിന് സാധ്യമായ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ ഇന്ന് വളരെ വേഗത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പം ശരിക്കും ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളൊന്ന് എത്തുക. കൃപയിൽ ശക്തിപ്പെടുക, കൃപാവരം ജ്വലിപ്പിക്കുക. അടുത്തത് ആത്മാവിനെ കെടുക്കരുത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ വാക്കുകൾ, കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടുക, കൃപയിൽ ശക്തിപ്പെടുക. അപ്പം ഈ വാക്കുകളെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. നമ്മൾ തന്നെ നമ്മളെ വളർത്തുക, നമ്മുടെ പോരായ്മകളെ കണ്ടെത്തുക. വർഷം എത്ര ആയി എന്നുള്ളതല്ല. ചിലപ്പോൾ 25 വർഷമായിട്ട് ദൈവസന്നിധിയിലുള്ള ഒരാളായിരിക്കും, ചിലപ്പോൾ പുതുതായിട്ടുള്ളതായിരിക്കും. പുതുതായിട്ടൊക്കെ ഒത്തിരി പേര് കേൾക്കുന്നുണ്ട്.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതര മതസ്ഥരായ കുറച്ചധികം ആളുകൾ ദൈവവചനം കേട്ട് അവർ വചനം കേൾക്കാനായിട്ട് തുടങ്ങി പല സ്ഥലങ്ങളിൽ. അപ്പം എല്ലാ തരത്തിലുള്ള ആളുകളും നമ്മുടെ മെസ്സേജുകൾ കേൾക്കുമ്പോൾ സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ, നമുക്ക് സ്വയം വളരാൻ പറ്റും, നമുക്ക് സ്വയം ഉയർന്നു വരുവാനായിട്ട് പറ്റും. എങ്ങനെയാണത് പറ്റുന്നത്? കൃപയിൽ ശക്തിപ്പെടുക. ബി സ്ട്രോങ്. നമ്മൾ ശക്തിപ്പെടണം. എങ്ങനെ ശക്തിപ്പെടണം? കർത്താവിൻ്റെ കൃപയിൽ ശക്തിപ്പെടണം. അതിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും നമ്മൾ കണ്ടെത്തണം. കർത്താവിൻ്റെ ദാസൻ ചാൾസ് വിന്നി എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ഉണർവിന് ഒരു അമേരിക്കൻ ഐക്യനാടുകളിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അദ്ദേഹത്തെ ശക്തമായി ദൈവം ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ചാൾസ് വിന്നി. ദൈവമേ, ചാൾസ് വിന്നിയെ പോലെ എന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തോട്. അപ്പം ആ ദൈവമനുഷ്യൻ്റെ അനുഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴെല്ലാം തനിക്ക് ദൈവശക്തി കുറഞ്ഞു എന്ന് തോന്നുന്നുവോ ആ സമയങ്ങളിലെല്ലാം അദ്ദേഹം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഉപവസിക്കുമായിരുന്നു, പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകളെല്ലാം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ അദ്ദേഹം ഇരിക്കുമായിരുന്നു. പല സമയത്തും നമ്മുടെ തിരക്കുകൾ കൊണ്ട്, നമ്മുടെ മുൻവിധികൾ കൊണ്ട് നമ്മൾ ഇതിനെ ജ്വലിപ്പിക്കാൻ കഴിയാതെ, ദൈവസന്നിധിയിൽ വീണ്ടും വണ്ണം ഇരിക്കാൻ കഴിയാതെ, ഈ നഷ്ടപ്പെട്ടു പോകുന്ന മേഖലകളെ തിരിച്ചറിയാൻ കഴിയാതെ നമ്മളുടെ ശക്തി ക്ഷയിച്ചു പോകുന്നത് നമുക്ക് പല സമയത്തും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക, തിരിച്ചറിയുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കൃപയിൽ ശക്തിപ്പെടുക എന്നുള്ളതാണ്. ചിലർ ചോദിക്കുന്നത്, ദൈവം നമുക്ക് ശക്തി തന്നിട്ടില്ലേ, ഇനിയൊരു ശക്തിപ്പെടലിൻ്റെ ആവശ്യമുണ്ടോ? സത്യമാണ്, ദൈവം ശക്തി തന്നു തന്നെയാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. പൗലോസ് അപ്പോസ്തലനും അതൊരിക്കലും നിഷേധിക്കുന്നില്ല. കാരണം 1 തിമോഥെയോസ് 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എനിക്ക് ശക്തി തന്ന കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അപ്പം ശക്തി തന്നാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. ഈ ദൈവവചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ദൈവാത്മാവിൽ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, നമുക്കൊക്കെ ശക്തി തന്നാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത്. ആ ഒരു ദൈവശക്തി നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ അറിഞ്ഞത്. ആ പരിശുദ്ധാത്മശക്തി അല്ലെങ്കിൽ അത് നമ്മളിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത്. പക്ഷെ അത് പോരാ. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? ആ തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനം മുഴുവനും വായിച്ച് പഠിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വളരെ പ്രധാനമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പരമപ്രധാനമായ കാര്യം ദൈവവചനത്തിൻ്റെ ഉപദേശത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതായത് പഥ്യവചനത്തെ പ്രസംഗിക്കുക, പഥ്യവചനത്തെ മുറുകെ പിടിക്കുക. അതായത് നമ്മൾ കൃപയിൽ ശക്തിപ്പെടാനായിട്ടുള്ള 1-ാമത്തെ മാർഗം എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ ശരിയായ പഠനമാണ്. ദൈവവചനം, ശരിയായ ദൈവവചനം കേൾക്കുക, ശരിയായ ദൈവവചനം മനസ്സിലാക്കുക, ശരിയായ ദൈവവചനത്തെ മുറുകെ പിടിക്കുക. അതാണ് പഥ്യവചനം എന്നുള്ളത്. ഇന്ന് ഒരുപാട് ദൈവവചന ശുശ്രൂഷകൾ ഒരുപാട് തരത്തിലുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയാം, വചനത്തിൻ്റെ അകത്തില്ലാത്തതും വചനം പറയാത്തതുമായ കാര്യങ്ങളുടെ പിന്നാലെ പോയാൽ ശക്തി ലഭിക്കുന്നതിന് പകരം നമ്മുടെ ശക്തി പല സമയത്തും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം ശക്തിയെ പുതുക്കണമെങ്കിൽ, ശക്തി പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അതെ, എന്ത് ചെയ്യുക? ദൈവ വചനത്തിൻ്റെ അകത്ത് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, ബാല്യം മുതൽ ചെയ്യുന്നത് കൊണ്ട്, നീ അറിയുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ കാര്യം. അപ്പോൾ തിമോഥെയോസിന് ബാല്യം മുതൽ ദൈവവചനം അറിയാവുന്ന ഒരാളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ദൈവവചനം നന്നായി പഠിപ്പിക്കണം. അപ്പം ബാല്യം മുതൽ നീ അറിയുന്ന ദൈവത്തിൻ്റെ വചനത്തെ നീ മുറുകെ പിടിക്കുക. അതെ, അതിൽ തന്നെ നിലനിൽക്കുക. ദൈവവചനത്തിൻ്റെ അകത്ത്, ദൈവത്തിന് സ്തോത്രം, നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അടുത്തത് 2-ാമത്തെ അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ അവൻ കിരീടം പ്രാപിക്കുകയില്ല. ഞാൻ പറയുന്നത് ചിന്തിച്ചുകൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി തരും. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. എന്തു മനസ്സിലായി? ദൈവവചനത്തിൻ്റെ ചട്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതായത് ഈ ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന പല മേഖലകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. അതിനെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. ഉദാഹരണത്തിന്, നമ്മളൊരു ബക്കറ്റിൽ എത്ര വെള്ളം നിറച്ചാലും ആ ബക്കറ്റിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ബക്കറ്റിലെ വെള്ളം ആ ബക്കറ്റിൽ നിൽക്കില്ല. പല സമയത്തും ദൈവകൃപയിൽ ശക്തിപ്പെടുവാൻ കഴിയാതെ പോകുന്നത് നമ്മൾ കാണാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്ത നിസ്സാരമായ കാര്യങ്ങളിലായിരിക്കാം. നമ്മുടെ കോപ സ്വഭാവങ്ങൾ, നമ്മുടെ പാപ സ്വഭാവങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോഴീ ട്യൂബ്ലെസ് ടയറുകളാണല്ലോ ഉപയോഗിക്കുന്നത്. ഈ ട്യൂബ്ലെസ് ടയറുകളിൽ ഈ എയർ ലീക്ക് ഉണ്ടെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചെറുതായിട്ട് ടയർ ഒന്ന് ചളങ്ങി ഇങ്ങനെ കിടക്കത്തുള്ളൂ. അതായത് ചെറിയൊരു ചളുക്കം വരും, കുറച്ച് കാറ്റ് കുറയും. അപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, കാറ്റ് കുറച്ച് കുറഞ്ഞെന്നല്ല ഉള്ളൂ, 50-100 കിലോമീറ്റർ പോകാൻ പറ്റില്ല, അപകടം ഉണ്ടാകും. ഇത് സൂക്ഷ്മതയോടെ മനസ്സിലാക്കി ആ എയർ ലീക്കിൻ്റെ പ്രശ്നം കണ്ടെത്തി നമ്മളത് അടയ്ക്കണം. പല സമയത്തും ഇതുപോലെ നമ്മളറിയാത്ത നിസ്സാരമായ കാര്യങ്ങൾ പലതും നമ്മുടെ ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയും. കഴിഞ്ഞ ദിവസം ഒരാളെ പേഴ്സണലി എനിക്കൊരു മെസ്സേജ് അയച്ചു, ദൈവദാസനെ സിനിമ കാണുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഞാനതിനെക്കുറിച്ച് വീഡിയോ ഇട്ടില്ല. ഞാൻ എൻ്റെ പേഴ്സണലി ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഭയങ്കരമായിട്ടും സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. 2001 ശരിക്കും ദൈവം എനിക്ക് ആ കൃപാവരങ്ങളൊക്കെ എൻ്റെ മേൽ ഭരമേൽപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം 2004-2005 സമയങ്ങളിൽ, അന്ന് പഴയ പിന്നെ ഇതായിരുന്നു, CD ആയിരുന്നു, VCD. VCD കടകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് അത് ഈ CD പ്ലെയറിൻ്റെ അകത്തിട്ട് കണ്ട് ഞങ്ങളുടെ CD പ്ലെയറിൽ നിന്നൊക്കെ സ്മെല്ല് വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അതൊന്നും തെറ്റല്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നപ്പോഴാണ് 2006-2005 ആ സമയത്താണെന്ന് തോന്നുന്നു, പരിശുദ്ധാത്മാവ് എന്നോട് ഒരു രാത്രിയിൽ സംസാരിച്ചു, മോനെ നീ ഇത് നിർത്തണം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താ കർത്താവേ തെറ്റ്? ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു. വിശ്വാസത്തോടെ ഞാനത് ഉപേക്ഷിച്ചു. അത് ഉപേക്ഷിച്ചതോടുകൂടി ഭയങ്കരമായ ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10-20 വർഷത്തോളമായി കാണും. ഞാൻ കാണാറില്ല. ഇപ്പം നമുക്ക് ഈ ഇൻഫർമേഷൻസ് കിട്ടുന്ന നല്ല നല്ല പ്രോഗ്രാമുകളിൽ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. 2, നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. നോക്കുക, ചട്ടപ്രകാരം പോരാടണം. എങ്ങനെയും പോരാടിയിട്ട് കാര്യമില്ല. ദൈവവചനത്തിൻ്റെ ചട്ടപ്രകാരം പോരാടാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ ഈ തിമത്തിയോസിൻ്റെ ലേഖനം പഠിച്ചാൽ ദൈവകൃപയിൽ ശക്തിപ്പെടുവാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ കൃപ നഷ്ടപ്പെടുന്ന മേഖലകളിൽ തിരിച്ചറിയുക, വചനത്തിൽ ഉറച്ചു നിൽക്കുക. പ്രാർത്ഥനാ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവോട്ട് പോയിട്ടുണ്ടെങ്കിൽ, പുറകിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തി മുമ്പോട്ട് വരിക. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൃപയിൽ ശക്തിപ്പെടാനുള്ള വഴി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അതെന്താ? ഈ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പം എങ്ങനെയാ കൃപയിൽ ശക്തിപ്പെടുന്നേ? സ്വാഭാവികമായ ഒരു ചോദ്യമാണല്ലേ. പറയാം. തിമത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം പഠിക്കുമ്പോൾ ഏറ്റവും അധികം തിമത്തിയോസിനെ അപ്പോസ്തലനായ പൗലോസ് നിർബന്ധിക്കുന്ന, എർജ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിന്റെ ദൗത്യം നിർവഹിക്കുക, സുവിശേഷകന്റെ വേല ചെയ്യുക, വചനം പ്രസംഗിക്കുക, നിന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തെ നിവർത്തിക്കുക. അപ്പം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിവർത്തിക്കുന്നതും കൃപയിൽ ശക്തിപ്പെടുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. മനസ്സിലാക്കിത്തരാം. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ ദൈവശക്തി നമ്മളിൽ വ്യാപരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. എന്താ? നമ്മൾ ചുമ്മാ ഒരു മുറിക്കകത്തിരുന്ന്
വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ശക്തി പകരണേ, ശക്തി പകരണേ, ശക്തി പകരണേ. ആർക്കാ ശക്തി? മുറിക്കകത്ത് കിടന്ന് നമുക്ക് തുള്ളിച്ചാടാനാണ്? അല്ല. നമുക്ക് എന്തിനാ ഈ ദൈവം ശക്തി തരുന്നത്? ജീവിതം വിജയമാകണം, അനേകരോട് കർത്താവിനെക്കുറിച്ച് പറയണം. ഇത് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയല്ലേ? ഫോർ എക്സാമ്പിൾ, ഒരു DYSP റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് എന്തിനാണ് ഈ ശക്തിയും അധികാരവും കേരള പോലീസ് കൊടുത്തിരിക്കുന്നത്, അല്ലെ പോലീസ് സേന അവന് കൊടുത്തിരിക്കുന്നത്? നല്ലൊരു സ്റ്റാറും വെച്ച് യൂണിഫോം ഇട്ട് ഓഫീസിലൊക്കെ തിരിക്കാനാണോ? അല്ല, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനാണ്. ഇല്ലേ? അതായത് SIയിൽ നിന്ന് സർക്കിളിലേക്ക്, DYSPയിലേക്ക്, SP-യിലേക്ക്, അതിന് മുകളിലുള്ള ആ പോലീസ് സേനയുടെ വിവിധ വകുപ്പിൻ്റെ ആ ഉന്നതികളിലേക്ക് പോകുമ്പോൾ ഉത്തരവാദിത്വം കൂടുന്നു. SP-യുടെ ഉത്തരവാദിത്വമല്ല SIയുടേത്. അപ്പം SP-ക്ക് അധികാരം കൂടുതലുണ്ടെങ്കിൽ ഉത്തരവാദിത്വം കൂടുതലാണ്. അപ്പം ദൈവം തൻ്റെ ശക്തി നമ്മളിൽ അധികമായി പകരുമ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എവിടെയെല്ലാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട് പറ്റുമോ അവിടെ എല്ലാം നമ്മൾ പ്രയോജനപ്പെടുക. പറ്റുന്നതുപോലെ കർത്താവിൻ്റെ സാക്ഷികളാകുക, പറ്റുന്നതുപോലെ മറ്റുള്ളവരെ ബലപ്പെടുത്തുക, ആത്മിക ശുശ്രൂഷകളിൽ വ്യാപൃതരാകുക. വെറുതെ ഇരുന്ന സമയം കളയാനല്ല, പ്രാർത്ഥിക്കുക. ഒന്നുമല്ലെങ്കിൽ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ ശക്തിയെ ദൈവം തരുന്നത് അവിടുത്തെ സാക്ഷികളാകാനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. നമുക്കറിയാം, താലന്തുകളുടെ ഉപമയിൽ 10 കിട്ടിയവനും 5 കിട്ടിയവനും ഒക്കെ ഓരോരുത്തർ അവരെ കൊണ്ട് പറ്റുന്നത് പോലെ വ്യാപാരം ചെയ്തപ്പോൾ അവർക്ക് വീണ്ടും കൊടുത്തു. പക്ഷെ ഒരുത്തിന് കിട്ടിയവൻ കൊണ്ടുവന്ന് മണ്ണിട്ട് മൂടി, അല്ലെങ്കിൽ അവൻ കൊണ്ടുവന്നതിനെ കുഴിച്ചിട്ടപ്പം ഉള്ളതുകൂടെ എടുത്തു കളഞ്ഞു. അപ്പം നമുക്ക് ദൈവം തരുന്ന കഴിവുകളെയും, ഓരോരുത്തർക്ക് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണല്ലോ, ദൈവം തരുന്ന കഴിവുകളെയും കൃപകളെയും കൃപാവരങ്ങളെയും ദൈവത്തിന് സ്തോത്രം, ആ ആത്മാവിൻ്റെ ശക്തിയും ഒക്കെ പൊതുപ്രയോജനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അടുത്തത് ദൈവം നമുക്ക് തരുന്നു, അടുത്തത് ദൈവം നമുക്ക് തരുന്നു. ദൈവസന്നിധിയിൽ ഇരിക്കുക, ആ ശുശ്രൂഷകളെ അല്ലെങ്കിൽ ദൈവം തന്നതിനെ പ്രയോജനപ്പെടുത്തുക. അങ്ങനെ നമുക്ക് ശക്തി ലഭിക്കാനായിട്ട് പറ്റും. ശക്തി ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് ദിവസവും ദൈവവചനം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ശുശ്രൂഷ. ഈ ശുശ്രൂഷയിൽ ചിലപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുക്കണമെന്ന് ആഗ്രഹിക്കും. കാരണം ഡെയിലി മെസ്സേജസ് കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം നമ്മൾ ബ്രേക്ക് എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ദൈവവചന ശുശ്രൂഷ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു പറയും. അവരത് വിളിച്ചു പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രചോദനമാകും. അങ്ങനെ വീണ്ടും ഇരിക്കും. അങ്ങനെ ഇരിക്കുകയും ദൈവവചന ശുശ്രൂഷകൾ ചെയ്യുകയും പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പലരെ കർത്താവിങ്കിലേക്ക് നടത്തുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, പഴയതുപോലെയല്ല ആ ശക്തി നമ്മളിൽ വർദ്ധിച്ചു വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ക്രിസ്തുയേശുവിലെ കൃപയിൽ ശക്തിപ്പെടുക, മറ്റുള്ളവരെ അത് ഭരമേൽപ്പിക്കുക, അതിന് പറ്റുന്ന ആളുകളെ ഭരമേൽപ്പിക്കുക. ഒരു നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഒരു നല്ല ഭടനാകുമ്പം ഒരു ഭടൻ അവൻ്റെ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കണം, ഇല്ലേ? എന്നതുപോലെ ഒരു നല്ല ഭടന്മാരായി തീരാം. ദൈവത്തിന് സ്തോത്രം. സമയം മുമ്പോട്ട് പോയിട്ട് ഇവിടെ നിർത്തുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ അടുത്ത് വരുന്ന ഈ ദൈവവചന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളൊക്കെ ശക്തിപ്പെടുവാൻ, ദൈവകൃപയിൽ മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.